എല്ലാവർക്കും വന്ദനം. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 and verse 8. Praise the Lord. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളുടെ അല്ലെങ്കിൽ ആ കർത്താവിൻ്റെ ഉപദേശത്തിൻ്റെ ആമുഖമായിരിക്കുന്ന വചനഭാഗങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പൊതുവെ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് വിളിക്കപ്പെടുന്ന ആ ഓരോ കൃപകളും, അത് ബിയാറ്റിറ്റ്യൂഡ്സ് എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് എ സീരീസ് ഓഫ് ഓപ്ഷൻസ്. ഇറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് എ ഹോൾ. നമുക്ക് തിരഞ്ഞെടുക്കുവാൻ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ എവ്രി ക്രിസ്ത്യൻ ഈസ് ഇൻറ്റൻഡഡ് ടു, അല്ലെങ്കിൽ എവ്രി ഡിസൈപ്പിൾ ഈസ് മാർക്ഡ് ബൈ എവ്രി ഗ്രേസ്. And one beatitude flows into the next one, as we have already seen. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാര്യം വിശദമായിട്ട് ചിന്തിച്ചല്ലോ. എല്ലാ ആ സവിശേഷ ഗുണങ്ങളും ഒരു ദൈവ പൈതലിൻ്റെ ഗുണങ്ങളാണ്. ദൈവ പൈതലിനെ തിരിച്ചറിയുവാൻ കഴിയുന്ന വിശേഷമാകുന്ന ഗുണങ്ങളാണ്. അതിന് ഉദാഹരണമായിട്ട് നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. ഫ്രൂട്ട് അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഫലം എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ ഫലത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന എല്ലാം ആത്മാവിൻ്റെ ഫലമാണ്, ഫലങ്ങളല്ല, ഫലമാണ്. ആ ഫലം സത്യത്തിൽ നമ്മിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആ പറയപ്പെട്ട എല്ലാ സവിശേഷമാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഗുണങ്ങൾ നമ്മിൽ ക്രമേണ വെളിപ്പെടാനായിട്ട് തുടങ്ങും. അതാണ് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. അതുപോലെ തന്നെ അതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബിയാറ്റിറ്റ്യൂഡ്സ് എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞു. നിശ്ചയമായിട്ടും ആത്മാവിൽ ദരിദ്രൻ ആയ ഒരു വ്യക്തി, അല്ലെ ദരിദ്രയായ ഒരു വ്യക്തി, he or she will go to the next step, that is he will mourn for his poverty. ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തി അടുത്ത പടിയിലേക്ക് പോകും. ആ വ്യക്തി തൻ്റെ ആ പാപ്പരത്വത്തെ ഓർത്ത് താൻ മോൺ ചെയ്യും. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെ ദുഃഖിക്കുന്ന, ആത്മീക ദാരിദ്ര്യം സ്വയമായി തിരിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഹോളിയർ ദാൻ ദൗ എന്ന മനോഭാവം ഉണ്ടാകുകയില്ല. മറ്റുള്ളവരെക്കാൾ ഞാൻ കേമനാണ് എന്ന് ആ വ്യക്തിക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. കാരണം ഹീ നോസ്, അവനെന്താണെന്നറിയാം. അതുകൊണ്ട് ഹി വിൽ ബി മീക്ക് ഇൻ ഹിസ് ലൈഫ്. ആ വ്യക്തി സൗമ്യതയുള്ളവനാകും. മാത്രമല്ല, ആ വ്യക്തി സൗമ്യനായതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ നീതിക്കായിട്ട് താൻ എപ്പോഴും വിശന്ന് ദാഹിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ a disciple will be marked by his constant hunger and thirst for God's righteousness. നമ്മുടെ സ്വയനീതിയല്ല, നമ്മൾ പോളിൻ്റെ വാക്കുകളിൽ കണ്ടാൽ എൻ്റെ നീതിയല്ല, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും വിശ്വാസത്താലുള്ള ആ നീതി ലഭിക്കേണ്ടതിനുമായിട്ട് I will hunger for that. So I'll be marked by a constant spiritual hunger and thirst for God's righteousness. ദൈവത്തിൻ്റെ നീതിക്കായിട്ട് ഞാൻ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യും. നമുക്ക് ഫർദറായിട്ടുള്ള ആ ബ്ലെസ്സിങ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ once we know everything that marks us
is a gift from God. It is a free gift and it is God's gracious gift. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2:4 നമ്മൾ വായിക്കുന്നത്, കരുണ സമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം. അടുത്തത്, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും. നോക്കുക, അപ്പോൾ കരുണാസമ്പന്നനായ ദൈവം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കരുണ ലഭിച്ചു. കരുണ ലഭിച്ചു. അത് റോമാലേഖനം, we read about God's mercies in 3 chapters, particularly 9, 10 and 11 of Romans. The main theme, of course, God's sovereignty we see in those chapters, but in God's sovereignty, God has mercy, and that is his prerogative. That is what Paul argues. പൗലോസ് അവിടെ പറയുന്ന കാര്യം അത് തന്നെയാണ്. എനിക്ക് കരുണ തോന്നുന്നവനോട് എനിക്ക് കരുണ തോന്നും. ഹു ആർ യു ടു ആസ്ക്? അതാ ചോദിക്കുന്നത്. കുശവന് തൻ്റെ പിണ്ടത്തിന്മേൽ അധികാരമുള്ളതുപോലെ എനിക്ക് അധികാരമുണ്ട്. ഐ വിൽ ഹാവ് മെഴ്സി അപ്പോൺ ഹും ഐ വാണ്ട് ടു ഹാവ് മെഴ്സി എന്നാ പോൾ ചോദിക്കുന്നത്. സോ ഇൻ ദോസ് ചാപ്റ്റേഴ്സ് പോൾ ദി അപ്പോസ്റ്റൽ, പൗലോസ് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് 12-ാം അധ്യായത്തിലേക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസിലേക്ക് വരുന്നത്. ദെർഫോർ, ആകയാൽ എൻ്റെ സഹോദരന്മാരെ, മലയാളത്തിൽ ആ വാക്കില്ല, പക്ഷേ എല്ലാ ഭാഷാന്തരങ്ങളിലും ഉണ്ട്. എന്തുകൊണ്ടാണ് അതില്ലാത്തതെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ വാക്ക് മാത്രമില്ല. ആകയാൽ, ദെർഫോർ, എൻ്റെ പ്രിയ സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ because you are recipients of God's mercy. That is the meaning. അത് ആ therefore എന്നുള്ള പദം ചുമ്മാ വെച്ചതല്ല, അത് ഭയങ്കര മീനിങ്ഫുള്ളാണ്. മലയാളത്തിൽ അതില്ലാത്തതുകൊണ്ട് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അവിടെ ആ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആ മേഴ്സിയെക്കുറിച്ച് പറയുക, therefore my brothers, therefore, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് നോക്കിയേ. ഗോഡ്സ് മെഴ്സീസ്, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായിട്ട്. അപ്പം കൃപ ലഭിച്ചോ, കരുണ ലഭിച്ചോ എങ്കിൽ നമ്മൾ we are supposed to be showing mercy. Mercy in what? Mercy in forgiving, mercy in helping. അതല്ലേ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്. അങ്ങനെയാണോ? ഞാൻ പറയുന്നില്ല. യേശു കർത്താവ് എന്നാ പറഞ്ഞതെന്ന് നോക്കിക്കേ. മത്തായിയുടെ സുവിശേഷം 18:21 മുതൽ ഒന്ന് വായിച്ചോ, പെട്ടെന്ന് വായിക്കാം. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പതുക്കെ പറയുന്നുള്ളെങ്കിലും ഞാൻ പോകുന്നതിന് മുമ്പേ ഇതൊക്കെ അവസാനിപ്പിച്ചേച്ച് പൊക്കോളാം. അതുകൊണ്ട് പതുക്കെ പറഞ്ഞെങ്കിലും ഇത് ഇടിച്ച് ഹൃദയത്തിലോട്ട് കയറണം. ഒന്നീ ഗുണമുണ്ടാകും, അല്ലെ കഠിനപ്പെടും. രണ്ടിലൊന്ന് സംഭവിക്കും. ഏത് വേണമെന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുത്തു. ഓക്കെ, റീഡ്. അപ്പോൾ പത്രോസ് അവൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ, സഹോദരൻ എത്ര വട്ടം എന്നോട് പിഴച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ എന്ന് ചോദിച്ചു. യേശു അവനോട്, 7 വട്ടമല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നുവെന്ന് പറഞ്ഞു. സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടം. ഒരു മിനിറ്റ് ഒന്ന് നിർത്തിക്കേ. ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് സ്വർഗരാജ്യം. ഓക്കെ, യേശു കർത്താവ് അവിടെ ഉപമയിൽ പറയുന്ന കാര്യം kingdom of heaven. We know what kingdom of heaven is, or kingdom of God is. Kingdom of heaven or kingdom of God is God's life-changing rule. God's life-changing rule. That's kingdom of God.
ആ കിങ്ഡം ഓഫ് ഗോഡിലേക്ക് ഒരുവൻ അങ്ങനെ കടന്നു വരാൻ പറ്റുകയില്ല. യേശു പല കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഒരു ശിശുവിനെ പോലെ അതിനെ കൈക്കൊള്ളാത്തവൻ അതിൽ പ്രവേശിക്കുകയില്ല. മറ്റൊന്ന്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യം കാണാൻ കഴിയില്ല. So when you enter in, you are born in to what? Kingdom of heaven. Heaven rules, not me, not you, not anybody else. God rules. ദൈവം ഭരിക്കുന്നു. ഞാനും നിങ്ങളും കൃപയാൽ ദൈവം മനസ്സലിവ് തോന്നിയിട്ട് അതിനകത്തോട്ട് നമ്മളെ കൊണ്ടുവന്നതാ അല്ലേ? കാരണം അതിനകത്ത് ജനിക്കണമെങ്കിൽ അപ്പച്ചന് മനസ്സ് തോന്നണം. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ യോഹന്നാൻ 1:11-12. നമുക്കറിയാം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ശരിയാ? എന്നാൽ 12-13 ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. എന്നാൽ അടുത്ത വാക്യം അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദൈവം കരുണ തോന്നിയിട്ടാണെന്ന്. Just as a physical birth is not because I decided that I should be born, somebody else decided. Even my physical birth is beyond somebody else's decision. It is beyond that. ഫിസിക്കൽ ബർത്ത് അങ്ങനെയാണെങ്കിൽ, ശരീരത്തിൽ ജനിച്ചത് അങ്ങനെയാണെങ്കിൽ, കർത്താവ് പറയുക, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ യോഹന്നാനിൽ കൂടെ രേഖപ്പെടുത്തുക, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, പിന്നെങ്ങനെ? ദൈവത്തിൽ നിന്നത്രേ. ദൈവത്തിൽ നിന്ന് ജനിക്കുവാൻ പിതാവിന് ഇഷ്ടം തോന്നി, കരുണ തോന്നി. മനസ്സിലായോ? അപ്പോൾ ഈ ദൈവരാജ്യത്തിലേക്ക് കരുണ നിമിത്തം, അതുകൊണ്ടാണ് കരുണ നിമിത്തം അതിക്രമങ്ങളും ഒക്കെ എന്ത് ചെയ്തു? നമ്മളോട് ക്ഷമിച്ചെന്ന്. ബിക്കോസ് ഓഫ് ഗോഡ്സ് ഗ്രേറ്റ് മെർസി ഹി forgiven. അതിനെക്കുറിച്ച്, കിങ്ഡം ഓഫ് ഹെവനെ കുറിച്ച് കർത്താവ് ഒരു ഉപമ പറയുക. എല്ലാ ഉപമകളിൽ കൂടെയാണ്. ഉപമകളുടെയൊക്കെ സവിശേഷത ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റോറിയിൽ ഒരു വിഷയമാണ് കർത്താവ് പറയുന്നത്, അല്ലാതെ ആ സ്റ്റോറിക്ക് എല്ലാത്തിനും ബന്ധമല്ല, ഒറ്റ കാര്യമാണ്. വായിച്ചു, ഇനിയും വായിച്ചു. സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടംപെട്ട ഒരുത്തിനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. നോക്കുക, 10,000 താലന്ത്. We are talking about millions of dollars. Okay? അവിടെ പറയുന്ന കാര്യം ദശലക്ഷക്കണക്കിന് ഡോളേഴ്സിൻ്റെ കാര്യമാണ് പറയാം. 10,000 താലന്ത്. വായിച്ചു. അവന് വീട്ടുവാൻ വകയില്ലായകയാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനോടൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. നീ കടം തീർത്തേ പറ്റൂ. അടുത്തത്. അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു. യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും അടച്ചു കൊടുത്തു. അവന്റെ പ്ലൈറ്റ് മനസ്സിലാക്കിയപ്പോൾ യജമാനൻ എന്തോ ചെയ്തു? മനസ്സലിഞ്ഞു. മേഴ്സി ഇല്ലേ? കമ്പാഷൻ. And forgive him unconditionally. ഒരു കണ്ടീഷൻ അവിടെ വെച്ചോ? ഒറ്റ കണ്ടീഷനും വെച്ചില്ല. Everything depends upon the master's mercy. അല്ലേ? ഒരു കണ്ടീഷനും ഇല്ല. No strings attached, no conditions, no prerequisite. If you do this, I will do that. No, nothing. ഒന്നുമില്ല. മനസ്സലിഞ്ഞു. അപ്പോൾ അവനെന്തോ കിട്ടി? കരുണ കിട്ടി അല്ലേ?
he received mercy. Received mercy. എന്താ മേഴ്സി? മേഴ്സി എന്ന് പറഞ്ഞാൽ God is not giving you what you deserve. നമ്മൾ അർഹിക്കുന്നത് നമുക്ക് തരാതിരിക്കുന്ന ആ മേഴ്സി അല്ലേ? മേഴ്സി പെറ്റീഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. തൂക്കിക്കൊല്ലാൻ വിധിച്ച ഇന്ത്യയിലെ ഒരു വ്യക്തി എല്ലാ കോടതിയും ശരിവെച്ചു. നോ, നീ മരിക്കണം. കാരണം എല്ലാ തെളിവുകളും അവൻ എഗൻസ്റ്റാ. നീ മരിച്ചേ പറ്റൂ. അവസാനം ലാസ്റ്റ് റിസോർട്ട് പ്രസിഡൻറ്റിൻ്റെ അടുക്കൽ ഒരു മേഴ്സി പെറ്റീഷൻ കൊടുക്കുക. അതിനു വേണ്ട ചാനലിൽ കൂടെ ആ മേഴ്സി പെറ്റീഷൻ പ്രസിഡൻറ്റിൻ്റെ അടുക്കൽ ചെല്ലുന്നു. അവിടെ എന്താ നടക്കുന്നതെന്നറിയാം? When the president says, no, I am commuting his death sentence as life sentence. Let him serve in the jail. I'm not going to give him death. ഒരിക്കൽ പ്രസിഡന്റ് പറയും, ക്യാബിനറ്റിന് അയക്കും. ക്യാബിനറ്റ് പറയാം, ഒന്നുകൂടെ ഒന്ന് നോയിക്കേ എന്ന് പറഞ്ഞ് തിരിച്ചടിച്ചാലും അയച്ചാലും പ്രസിഡന്റ് പറയാം, നോ, this is final. Cabinet has no option but to accept. So, അവിടെ എന്താ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. ആ മനുഷ്യൻ പറയുക, yes I deserve but have mercy. I deserve death. മരണം ഞാൻ അർഹിക്കുന്നു. പക്ഷെങ്കിൽ ഇതിൻ്റെ നൂലാമാലകൾ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് ലേമാന് മനസ്സിലാകുന്ന ഭാഷയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഗിവ് മീ മേഴ്സി. അർഹിക്കുന്നത് തരാതിരിക്കുന്നതാണ് കരുണ. അപ്പം അങ്ങനെ കരുണ കിട്ടിയ ഒരു മനുഷ്യൻ അവൻ എന്തോ ചെയ്തെന്നറിയാമോ? വി ആർ കേപ്പബിൾ ഓഫ് ദാറ്റ്. പക്ഷേ ജീസസ് ഈസ് വാർണിംഗ് അഗൻസ്റ്റ് ദാറ്റ്. Mind you, we all are capable of that. അല്ലേ? ആന്നോ അല്ലയോ? നിങ്ങളോട് തന്നെ ചോദിച്ചു. നമ്മോട് തന്നെ ചോദിച്ചു. യേശു പറയുന്ന ഉപമയതാ. വായിച്ചു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കണ്ടു. തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി. നോക്കിക്കേ, എത്ര ആയിരുന്നു യജമാനന് കടപ്പെട്ടത്? 10,000 താലന്ത്. 10,000 താലന്ത് പറഞ്ഞാൽ millions of dollars. 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ സേ എക്സാമ്പിൾ $100. അതാണ് അവിടുത്തെ വ്യത്യാസം. എക്സാക്ട്ലി അതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതിൻ്റെ ആ കോൺട്രാസ്റ്റാണ് അവിടുത്തെ വിഷയം. 10,000 താലന്ത്, 100 വെള്ളിക്കാശ്. ഭയങ്കര കോൺട്രാസ്റ്റാണ്. അപ്പം 100 വെള്ളിക്കാശ് കടംപെട്ട ദാസൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ചെന്തോ ചെയ്യുന്ന പറഞ്ഞേ? ഞെക്കി. അയ്യോ എന്തൊരു ദുഷ്ടദാസനെ. നമ്മളൊക്കെ അതിനേക്കാളും മെച്ചമൊന്നുമല്ല. അങ്ങനൊന്നും ചിന്തിക്കണ്ട. എനിക്കറിയാം ഇത് പറഞ്ഞാൽ ഒന്നും സന്തോഷവും വരികയില്ല, ഹല്ലേലൂയായും വരികയില്ല. പക്ഷേ ദാറ്റ് ഈസ് വാട്ട് വി ആർ. ഫാക്റ്റാണത്. തിങ്ക് അബൌട്ട് അവർ ഡീലിങ്സ്. ഞാൻ ഇന്ന് ഇത് പറയാനല്ല ആഗ്രഹിച്ചത്. എന്നാൽ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് കയറി വന്നതാ. പ്രിയപ്പെട്ടവരെ, തിങ്ക് അബൌട്ട് ദാറ്റ്. അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കിയിട്ട് നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ തീർത്തു. ഇങ്ങനെ പലരും ചെയ്യുന്നേ. കരുണ കിട്ടിയവനാണെങ്കിൽ ഇഫ് യു അപ്രീഷിയേറ്റ്. വേറൊരു സംഭവം സുവിശേഷങ്ങളിലുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗത്താണ്.
നയിൻ എന്ന പട്ടണത്തിൽ പാപിനിയായ ഒരു സ്ത്രീ ശിമോന്റെ വീട്ടിൽ യേശു ഉണ്ടെന്ന് കേട്ടോണ്ട്, അത് ഉപമയല്ല, റിയലാ. യേശു ഉണ്ടെന്ന് കേട്ടോണ്ട് യേശുവിൻ്റെ പാദപീഠത്തിൽ വന്നു. എന്നിട്ട് അവൾ ചെയ്ത കാര്യമൊക്കെ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. ഷോർട്ടാക്കി പറയട്ടെ. അത് കണ്ടപ്പം പരീശനാകുന്ന ഈ മനുഷ്യൻ ചിന്തിച്ചു, ആഹാ, ഇവളെത്ര പാപിയാന്ന് എനിക്കറിയാം, പക്ഷേ ഇവനറിയത്തില്ല. ആ പരീശൻ്റെ ഉള്ളിലെ നിരൂപണങ്ങളെ മനസ്സിലാക്കിയ കർത്താവ് അവനോട് ചോദിച്ചു, ശീമോനെ, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഗുരു പറഞ്ഞാലും ഒന്ന് വായിക്കാമോ? തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞത്, ഈ സ്ത്രീയെ നീ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീർ കൊണ്ട് എന്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടച്ചു. നീ എനിക്ക് ചുംബനം തന്നില്ല. ഇവളോ ഞാൻ അകത്ത് വന്നത് മുതൽ ഇടവിടാതെ എന്റെ കാൽ ചുംബിച്ചു. നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല. ഇവളോ പരിമള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി. ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. അവൾ വളരെ സ്നേഹിച്ചുവല്ലോ. ദാറ്റ്സ് ദ പോയിന്റ്. നോട്ട് മിയർലി അവൾ ഒരു പ്രവൃത്തി ചെയ്ത് കരുണ കിട്ടിയതല്ല ഇവിടെ പറയുന്നത്. ഷീ ലവ്ഡ് മച്ച്. എന്നിട്ട് പറയുക, അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു. ഇവിടെ ആരാ അല്പം മോചിച്ച് കിട്ടി? ആരെങ്കിലും ഉണ്ടോ? ഉപദേശി, ഞാൻ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെറുപ്പം മുതലേ സൺഡേ സ്കൂളിൽ പോകായിരുന്നു. ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ വേദപുസ്തകം എന്നാ പറയുന്നതെന്നറിയാം? ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും ആരും അതിനകത്ത് എക്സംപ്റ്റ് അല്ല. എഫേഷ്യൻസ് 2-ാം അധ്യായം. എന്നിട്ടാ പറയുന്നത്, കരുണാസമ്പന്നനായ ദൈവമോ. മനസ്സിലാവുന്നുണ്ടോ? കരുണ കിട്ടിയവൻ, ഇഫ് യു ആസ്ക് മീ, is he capable of having an unforgiving spirit? Yes, he is. Is he capable of treating his brethren with arrogance? Yes, he is. He is capable. Is he capable of giving back as he gets? Yes, he is. And that is precisely why Paul writes, forgive. Otherwise he would not have returned to God's church. നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പ്രാപ്തരാണോ? കരുണ കിട്ടിയവര് ആണോ? അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും പോൾ എഴുതുന്നത് forgive. അപ്പം നമ്മൾ ഭയങ്കര മിടുക്കന്മാരാ. അപ്പം നമ്മൾ വേറെ വാക്യങ്ങൾ കൊണ്ടുവരും. അതിന് കണ്ടീഷനുണ്ട് പാസ്റ്ററെ, ഉണ്ട്. പക്ഷെങ്കിൽ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. But as far as a forgiven, a recipient of mercy, a forgiven sinner is concerned, he has to unconditionally forgive. That's what my Bible tells me. നമ്മൾ കണ്ടീഷൻസ് പറയും. നിന്റെ സഹോദരനോട് അവൻ വന്ന് പറഞ്ഞ, ഓഫ് കോഴ്സ് ദർ ഈസ്. എനിക്ക് ആ ഭാഗത്തോട്ട് പോകാൻ ഇപ്പം സമയമില്ലാത്തതുകൊണ്ടാ. എന്നാൽ ക്ഷമിച്ചേച്ചാൽ മതി എന്നാ നമ്മൾ പറയുന്നത്. കാരണം എന്തോ വിഷയം, നമുക്ക് ക്ഷമിക്കാൻ മനസ്സില്ല.
But the problem is, as C.S. Lewis said, forgiveness is a great idea. It is a lovely idea until you have something to forgive. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ നോക്ക്. അൺകണ്ടീഷണൽ ആണോ ഫോർഗീവ്നെസ് എന്ന്? യെസ്, ഫ്രം അവർ പാർട്ട് അൺകണ്ടീഷണലാണ്. ഒരുവന് പാപബോധം ഉണ്ടാകുന്നത് അത് വേറെ വിഷയം, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് തിങ്. പക്ഷേ ഫോർഗീവ്നെസ്സിന് കണ്ടീഷനില്ല. ഫോർഗീവ്നെസ്സിന് കണ്ടീഷനില്ല. അങ്ങനെ ഉണ്ടെന്ന് ആരെങ്കിലും ചിന്തിച്ചെങ്കിൽ അത് അബദ്ധമാണ്. അങ്ങനെ ഇല്ല. ഐ ക്യാൻ പ്രൂവ് ഇറ്റ് ടു യു. കം ടു മീ, ടെൽ മീ, ഷോ മീ. Why do I say that? Colossians. There are many passages. Colossians chapter 3. ഉപദേശി, ഞങ്ങൾ രാവിലെ വന്ന വല്ല വിടുതലും കേട്ടിട്ട് പോകാനാ. ഇത് ശരിയാകാതെ വിടുതൽ ഉണ്ടാകുകയല്ല. ചിന്തിക്കുക, എനിക്ക് അത് കിട്ടി, ഇത് കിട്ടി, കഴിഞ്ഞു, പ്രതിഫലം ഇവിടെ കിട്ടിപ്പോയി. വെള്ളം ഇട്ടില്ലേ, അതിന് പ്രതിഫലം കിട്ടി, വീട് കിട്ടി, കാറ് കിട്ടി, മതി. നിത്യത കാണുകയല്ല. നിത്യതയെ പ്രതിഫലം കിട്ടിയല്ല. കാരണം ഈ ഒരു വേഷം കിട്ടിയല്ലോ, വേഷം കിട്ടിയതിന് പ്രതിഫലം ഇവിടെ ഇഷ്ടം പോലെ കിട്ടി. നമുക്കത് മതിയല്ലോ, അല്ലേ? നമ്മൾ ദൈവവചനം വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഗ്രേറ്റ് പെയിൻ. എനിക്ക് നിങ്ങളെ ഉള്ള ശമ്പളവും മേടിച്ച് സ്വസ്ഥമായിട്ട് കഴിഞ്ഞാൽ പോലെ. Why do I say that? Why do I say it? Because ജെറമായ പറഞ്ഞ പോലെ തന്നെയാണ്. I cannot. It is like fire in my bones. I cannot. അഗ്നി പോലെ ഞാൻ ഇനി യഹോവയുടെ നാമത്തിൽ സംസാരിക്കുകയല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുകയില്ല. I cannot. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 12 മുതൽ. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കണേ. So those verses presupposes that we are capable of all these things. Okay? It presupposes that we are capable of all these. നമ്മൾ ഇതിനൊക്കെ കേപ്പബിൾ ആണെന്ന് ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ്, വായിച്ചോളൂ, മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. എന്തൊക്കെയാ ധരിക്കേണ്ടേ? എന്തായിരിക്കണം നമ്മുടെ വസ്ത്രം? ഓക്കെ, ഫോർ എക്സാമ്പിൾ, പാതിരാത്രിക്ക് ഡാൻഡിനോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ട് നടന്നു വരിക. വലിയ അതികായന്മാരാകുന്ന 2 പേര് എൻ്റെ നേരെ വരിക. ഓക്കെ, ഇതെല്ലാം ഇമാജിനേഷൻസാണ്. ഞാൻ ചുറ്റുപാട് നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു യൂണിഫോം ഇട്ട ആളിനെ ഞാൻ കണ്ടു. I run towards that person. യൂണിഫോം ഇട്ട ആളെ കണ്ടപ്പോൾ ഞാൻ എങ്ങോട്ട് പോകുക? അയാളുടെ അടുത്തോട്ട് പോകുക. അതിൻ്റെ കാര്യം എന്നാ? നിങ്ങൾ പറ. ഹിസ് യൂണിഫോം പ്രൂവ്സ് ഹൂ ഹീ ഈസ്. മനസ്സിലായോ? ഇവിടെ നമ്മുടെ യൂണിഫോമിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ നമ്മുടെ വസ്ത്രം? എന്താ ഒരു ശിഷ്യൻ്റെ വസ്ത്രം? പോളതാ പറയുന്നത്. അതുകൊണ്ട് ധരിക്കുക എന്ന പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്.
ഇനിയും അയാൾ യൂണിഫോം ഇട്ടത് കൊണ്ടല്ല അയാൾ പോലീസുകാരനായത്, നേരെ മറിച്ച് അയാൾ പോലീസുകാരനായതുകൊണ്ടാണ് യൂണിഫോം ഇട്ടത്. നിങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആ പുള്ളിയുള്ള ബ്ലൂ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുന്നത്, മൊണാഷ്. ഞാൻ നാളെ അതിട്ടുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ എന്നെ അവിടെ കയറ്റുമോ? കയറ്റുകയല്ല. അതിൻ്റെ കാര്യം എന്തുവാ? ബിക്കോസ് യു ആർ എ ക്വാളിഫൈഡ് രജിസ്റ്റേർഡ് nurse and an employee. When you put on your dress, it proves you are really what you are. മനസ്സിലാവുന്നുണ്ടോ? ഇത് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണം? വേണ്ട. ഞാൻ ആരാണെന്ന് ഓക്കെ. അപ്പോൾ എന്നെ തിരിച്ചറിയുവാൻ എൻ്റെ യൂണിഫോമായിട്ട്, എനിക്കറിയാം മറ്റേ വാക്യം വായിച്ചില്ല, സാരമില്ലെന്നേ, അടുത്ത ആഴ്ച പറയാമല്ലോ, വായിച്ചതേ ഉള്ളൂ, സോറി, ഒന്നും പറഞ്ഞില്ല. എന്നെ തിരിച്ചറിയുവാൻ 12 മുതൽ വായിച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും. എന്തോ ഒരു മൾട്ടി കളേർഡ് ഡ്രസ് അല്ലേ? മൾട്ടി കളേർഡ് ഡ്രസ്. മൈ ഡ്രസ് ഈസ് ദാറ്റ് ബിക്കോസ് ഐ ആം. അതിൻ്റെ 3-ാം അധ്യായത്തിൽ ആരംഭിക്കുന്നത് എങ്ങനെയെന്നറിയാം? ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ്. ഇഫ് എന്ന് പറയുമ്പോൾ സോ യു ആർ എന്ന അർത്ഥമാണ്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. യെസ്. അപ്പോൾ അങ്ങനെ ഞാൻ അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിലാണ് എപ്പോഴും ഞാൻ ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. അങ്ങനെ ഉയരത്തിലുള്ള അത് അന്വേഷിക്കുന്ന എൻ്റെ സ്വഭാവം എന്താണെന്നാണ് അതിൻ്റെ 5 മുതൽ താഴോട്ട് പറഞ്ഞേക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സോ അത് പറഞ്ഞ് വന്നിട്ട് ഇവിടെ പറയുക, ദയ, മനസ്സലിവ്, പിന്നെ മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും. വേണ്ട ഉപദേശി, എനിക്കിഷ്ടമുള്ള ഒരു കാര്യം സൗമ്യത എനിക്കിഷ്ടമാണ്. കാരണം അയാളൊരു സൗമ്യനായ ഉപദേശിയാണ് എന്നെക്കുറിച്ച്. അപ്പോൾ എൻ്റെ ഇൻറ്റൻഷൻ എന്താ? ജഡം, കാർണാലിറ്റി. പക്ഷേ ഇത് അധികം പ്രിറ്റൻഡ് ചെയ്യാൻ പറ്റുകയില്ല, അതാ കാര്യം. പ്രിറ്റൻഷനൊക്കെ 2 മണിക്കൂർ നേരത്തേക്ക് സൺഡേ മോർണിംഗ് നടക്കും. അത് കഴിഞ്ഞ് വിശന്ന് ടേബിളിൽ ഇരിക്കുമ്പം ഭാര്യ ഫുഡ് കൊണ്ടുവരാൻ ഇച്ചിരി താമസിക്കുന്നുണ്ടേ പ്രിറ്റൻഷൻ നടക്കുകയല്ല അവിടെ. അങ്ങനെ വല്ലൊരു ഉണ്ടെങ്കിൽ ഇല്ലെന്നാ എൻ്റെ ഒരു പ്രാർത്ഥന. There is no pretension. What you really are. നാം എന്തായിരിക്കുന്നു? ഓക്കെ. ദയ, താഴ്മ, മനസ്സലിവ്, സൗമ്യത, ദീർഘക്ഷമ. ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് സഫറിങ്. പിന്നെ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്വിൻ. അവിടെ വല്ലതും എഴുതിയിട്ടുണ്ടോ? ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ വഴക്കുണ്ടായവൻ വന്നെൻ്റെ കാലേ വീഴണം, എന്നാലേ ഞാൻ ക്ഷമിക്കുകയുള്ളൂ. എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? നോ. അൺകണ്ടീഷണലാണ്. ആ അൺകണ്ടീഷണൽ ഫോർഗിവ്നെസ്സിലാണ് ദൈവം മാനസാന്തരം അയക്കുന്നത്.
എത്രയോ സ്റ്റോറികൾ പറയാനുണ്ട്. എത്രയോ സ്റ്റോറികളല്ല, എത്രയോ ഇൻസിഡൻസ് പറയാനുണ്ട്. ദൈവജനം ദൈവമക്കളായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എ ചേഞ്ച് began to happen. ഇന്നലെ നമ്മൾ ആ സ്ട്രീറ്റ് ഇവാഞ്ചലിസ്റ്റിന് പോയപ്പോൾ ഒത്തിരി സഹോദരങ്ങളെ കണ്ടു. ഭയങ്കര സന്തോഷം തോന്നി. I really was so thrilled to see God's people everywhere. ഇവിടെയുള്ള ചില സഹോദരങ്ങളുമായിട്ട് ഓസീസുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കൺസേൺ ഇതാ. യു സി, ഇവിടെ മുഴുവൻ താടി വെച്ച ആൾക്കാരാണ് കേട്ടോ. മനസ്സിലായല്ലോ ആരാന്ന്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു 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 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇസ്കന്ദർ ജദീദ് എന്ന് പറയുന്ന ഒരു അറബിക് ക്രിസ്ത്യൻ, അദ്ദേഹം മുസ്ലിം ആയിരുന്നു ആദ്യം. അറബ് മുസ്ലിം ആയിരുന്നു ഇസ്കന്ദർ ജദീദ്. ഇസ്കന്ദർ ജദീദിൻ്റെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ, ഇഫ് ഓൾ ക്രിസ്ത്യൻസ് വർ ക്രിസ്ത്യൻസ് ദർ വുഡ് ബി നോ ഇസ്ലാം ടുഡേ. If all Christians were Christians, there would be no Islam today. How true it is. ചരിത്രം പഠിച്ചു നോക്ക്. 5-ാം നൂറ്റാണ്ടിലെ 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ചരിത്രം പഠിച്ചു നോക്ക്. ക്രിസ്ത്യൻ നസ്രീൻസിൻ്റെ നസ്രാണികളുടെ ചരിത്രം നസ്രാണികൾ എന്നാണ് പറയുന്നത് കേട്ടോ. ചരിത്രം പഠിച്ചു നോക്കാം, മനസ്സിലാകും. മറ്റേത് അത്ര കടന്നു കയറാൻ കാര്യം എന്നാണെന്നറിയോ? ഈ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ നടന്നു. അതാ അദ്ദേഹം പറഞ്ഞു, ഇഫ് ഓൾ ക്രിസ്ത്യൻസ് വർ ക്രിസ്ത്യൻസ് ദർ വുഡ് ബി നോ ഇസ്ലാം ടുഡേ. ലെറ്റ് മീ ടെൽ യു, വചനം അറിയാവുന്ന പെന്തക്കോസ്തുകാരാകുന്ന നമ്മൾ അതുപോലെ ജീവിച്ചാൽ യു ആർ ഗോയിങ് ടു സീ ദ ചേഞ്ച്. You are going to see the change. ദൈവമക്കളായിട്ട് അങ്ങ് ജീവിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. നാട്ടിൽ പറയാറുണ്ടല്ലോ, നാവേഷം കെട്ടിയാൽ കുരയ്ക്കണം എന്ന് പറയും. അതൊരു നെഗറ്റീവ് കമൻ്റ് ആയിരിക്കും. പക്ഷെങ്കിൽ അതിൻ്റെ കൃത്യമാകുന്ന അർത്ഥത്തിലൊന്ന് മനസ്സിലായി. വേഷം കെട്ടല്ല നമുക്ക് വേണ്ടത്. റിയലി നമ്മളായാൽ, ആ റിയാലിറ്റി പുറത്തോട്ട് വരാൻ തുടങ്ങിയാൽ തിങ്സ് വിൽ ചേഞ്ച് ഫോർ ഗുഡ്. ഇതുണ്ടാകാതെ എന്നോ പ്രോഗ്രാം ഉണ്ടാക്കിയാൽ ഒരു ഗുണമില്ല, ഒരു ഗുണമില്ല. Until and unless we realize people are important than programs. People are important. Every person is important. Unimportant ആയിട്ടുള്ള എനിക്ക് വേണ്ടി കാൽവറിയിൽ മരിക്കുവാൻ, തന്നെത്താൻ ഏൽപ്പിച്ചു തരുവാൻ കർത്താവിന് മനസ്സായെങ്കിൽ every person is important. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ആഴമായിട്ട് പ്രവർത്തിക്കട്ടെ. അടുത്ത വാക്യം നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഹൃദയശുദ്ധിയുള്ളവർ. ആ ഹൃദയശുദ്ധിയിലേക്ക് നയിക്കുന്ന സ്റ്റെപ്പാണ് നമ്മൾ അതിൻ്റെ മുകളിൽ വായിച്ചത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ബ്ലസ്സഡ്. കാരണം കരുണ കിട്ടിയതുകൊണ്ടാണ്. കരുണ കിട്ടിയവനെ എങ്ങനെ തിരിച്ചറിയാം? അവന് കരുണയുണ്ടാവും. അതുകൊണ്ട് ഇനി എന്നാ കിട്ടാൻ പോകുന്നേ? അവന് കരുണ കിട്ടും. നോക്കിയേ, കരുണ കിട്ടിയത് കൊണ്ട് ഞാൻ കരുണയുള്ളവനായി. ഇപ്പം ഇനി എനിക്ക് കരുണ കിട്ടാൻ പോവാ. കർത്താവ് അതല്ലേ പോള് പറഞ്ഞേ, ആ ദിവസത്തിൽ
കർത്താവിനോട് കരുണ ചെയ്യട്ടെ. അവിടെയും കരുണയാകട്ടോ. അല്ലാതെ എൻ്റെ നിങ്ങളുടെയും പ്രവൃത്തി നിമിത്തമായിരുന്നുണ്ടെങ്കിൽ അങ്ങോട്ടെങ്കിലും കയറുകയില്ല. അവിടെയും കരുണയാണ്. കരുണയിൽ ആരംഭിച്ച് കരുണയിൽ തുടർന്ന് കരുണയിൽ അവസാനിക്കും. അതുകൊണ്ടാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. മേ ഗോഡ് ബ്ലെസ് us. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചന കേൾവിക്ക് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആ സന്ദർഭത്തിൽ കൊയർ മെമ്പേഴ്സ് ദയവായിട്ട് മുൻപോട്ട് കടന്നു വരിക. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇത്തനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, പ്രഭാതത്തിന് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അവിടെ നിങ്ങളെ വചനത്തിൽ നിന്ന് കർത്താവേ, അവിടെ നിങ്ങളെ ഒരു പ്രാവശ്യം കൂടെ അവിടുന്ന് കേൾപ്പിച്ച വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ,